പെരുന്നയിലെ പോപ്പ് എന്നറിയപ്പെടുന്ന സുകുമാരൻ നായർക്ക് വി ഡി സതീശനോടുള്ള ശത്രുത എത്രമാത്രം ഉണ്ട് നമുക്കറിയാം. അത് ഒരിക്കൽ കൂടി തെളിയുകയാണ്. വി ഡി സതീശൻ അഹങ്കാരിയാണെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഇനി കാല് പിടിക്കാനില്ല, കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കാത്തത് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ നോക്കുകയാണെങ്കിൽ വി ഡി സതീശന് അഭിനന്ദന പ്രവാഹവും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നന്നായി പോയി എന്നാണ് പറയുന്നത്. അതെ, വ്യക്തിപരമായിട്ട് ഞാൻ വി ഡി സതീശനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നമുക്കങ്ങനെ അഭിനന്ദിക്കാൻ പറ്റില്ല. കാരണം NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് സുകുമാരൻ നായർ കാണാൻ അനുവാദം ആവശ്യപ്പെടുന്നതെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ത് ചെയ്യണം? അനുവാദം കൊടുക്കണം. കാരണം അത് കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സമുദായ സംഘടനയാണ്. സതീശൻ സുകുമാരൻ നായരെ ചെന്ന് കാണുന്ന പോലെ അല്ലല്ലോ സുകുമാരൻ നായർ സതീശനെ കാണാനായിട്ട് ഇപ്പോൾ വരുന്നത്. മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് NSSൻ്റെ ജനറൽ സെക്രട്ടറി വരുന്നു. അത് വ്യക്തിപരമായ രീതിയിൽ എടുക്കാൻ പാടില്ല. വ്യക്തിപരമായ രീതിയിൽ സതീശൻ അയാൾക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്. കാരണം സുകുമാരൻ നായർ ആ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് നേരത്തെ സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സതീശന് ബ്രേക്കില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ അതല്ലല്ലോ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അഭിമുഖത്തിന് അനുവാദം ചോദിച്ചാൽ കൊടുക്കണം. അതാണ് അതിൻ്റെ മര്യാദ. വ്യക്തിപരമായിട്ട് നമ്മൾ സതീശനൊപ്പം നിൽക്കുന്നത് സുകുമാരൻ നായരെ പോലുള്ള ആളെ അങ്ങനെ ആട്ടി അകറ്റുന്നതാണ് നല്ലത് എന്ന് നേരത്തെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ പൊസിഷൻ മാറുമ്പോൾ ഇതൊരു പ്രൊഫൈൽ പൊസിഷനാണ്. പ്രൊഫൈൽ പൊസിഷൻ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലക്കാണ് വി ഡി സതീശൻ എന്ത് ചെയ്യുന്നത് നമ്മൾ കാണേണ്ടത്. ആരും അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ കേരളത്തിലെ ഏത് വ്യക്തികളാണ് കാണാൻ പോലും അനുവാദം ചോദിച്ചാൽ കൊടുക്കണം. അല്ല എങ്കിലും മാഷെ, കേരളത്തിലൊരു മുഖ്യമന്ത്രി അഹങ്കാരിയാണെന്ന് ഒരു സാമുദായിക നേതാവിന് വിളിക്കാൻ അഹങ്കാരം ഉണ്ടാ? ആരാണ് യഥാർത്ഥത്തിൽ അഹങ്കാരി എന്നുള്ളതാണ്. സുകുമാരൻ നായരാണോ അതോ വി ഡി സതീശനാണോ എന്നുള്ളതാണ്. നമുക്ക് ഈ അഹങ്കാരികളുടെ കാര്യത്തിൽ താരതമ്യത്തിന് പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും അഹങ്കാരിയാവാൻ പാടില്ല. ആരും അഹങ്കാരിയാവാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം. ഒരു പൊളിറ്റിക്സിൽ സാമുദായിക നേതാക്കൾ ചെലുത്തുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ആ അഹങ്കാരല്ലേ ഇപ്പം സുകുമാരൻ നായരിലൂടെ തെളിഞ്ഞത് എന്നുള്ളതാണ്. അല്ലെ, എനിക്ക് പൊതുവെ എല്ലാ നേതാക്കളുടെ പ്രവർത്തനങ്ങളോടും ഉള്ള സമീപനം ഒന്നാണ്. അവരൊക്കെ അഹങ്കാരികളാണ്. പിണറായി വിജയൻ അഹങ്കാരിയാണ്, വി ഡി സതീശന് അഹങ്കാരിയാണ്, സുകുമാരൻ നായർ അഹങ്കാരിയാണ്, വെള്ളാപ്പള്ളി നടേശൻ അഹങ്കാരിയാണ്. ഇവരുടെ ഒരു ഈഗോ എന്ന് പറയുന്നത് വളരെ കനത്ത് നിൽക്കുന്നതാണെന്ന് അവർ കരുതുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവർക്ക് എങ്ങനെയാണ് ഈഗോ ഉണ്ടായത്? ഇവർക്ക് ഈഗോ ഉണ്ടാകുന്നത് ഇവർ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് SNDPയും അതേപോലെ ഈഴവ സമുദായവും അദ്ദേഹത്തിൻ്റേതാണ് എന്നുള്ളതാണ്. അതിൻ്റെ അധികാര സ്ഥാനത്താണ് താനിരിക്കുന്നതെന്ന് അദ്ദേഹം കരുതുന്നു. സുകുമാരൻ നായരുടെ ധാരണ എന്ന് പറയുന്നത് NSSും അതേപോലെ തന്നെ നായർ സമുദായവും അദ്ദേഹത്തിൻ്റെ അധീനതയിലിരിക്കുന്നതാണ്, അതിൻ്റെ അധികാരിയാണ് അദ്ദേഹം എന്ന് കരുതുന്നു. പിണറായി വിജയൻ കരുതുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കും സമയത്തൊക്കെ കേരളത്തിലെ ഏറ്റവും സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് താൻ. അതുകൊണ്ട് അതിൻ്റെ അധികാരം തനിക്കുണ്ട്, തന്നെ ആരും ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല, തനിക്ക് തെറ്റുപറ്റില്ല എന്ന വിശ്വാസം. ഇത് തന്നെ സതീശനും തുടർന്നാൽ നമുക്ക് പിന്നീട് ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന മനുഷ്യരെ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വേറിട്ടതായിട്ട് കാണാനായിട്ട് കഴിയില്ല. എല്ലാവരും ഒരേപോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മാറ്റം വരേണ്ടതാണ്. ശരി. അല്ല, ഇതിലിപ്പോൾ അഹങ്കാരത്തിൽ ആരുടെ തട്ടാണ് താണിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ. സുകുമാരൻ നായർ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കും വി ഡി സതീശൻ, പക്ഷെ അതിനെക്കാട്ടിലും വലിയ ആളാണ് ഞാൻ സുകുമാരൻ നായർ എന്നാണ് അദ്ദേഹം ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, സുകുമാരൻ നായർ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. സുകുമാരൻ നായരുടെ അടുത്ത് സുരേഷ് ഗോപി വന്ന സമയത്ത് എന്ത് ചെയ്തു? സുരേഷ് ഗോപിയെ ഇറക്കി വിട്ടു അല്ലേ? അതുവരെ പല ആൾക്കാരെയും അദ്ദേഹം അവിടെ നിന്ന് ഇറക്കി വിടാറുള്ളൂ.
അങ്ങനത്തെ അഹങ്കാരം കാണിക്കുന്ന ഒരാളാണ്. ആ അഹങ്കാരം എന്തായാലും സതീശന് ഇല്ലാന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇനി കുറെ കഴിയുമ്പോൾ അത് ഉണ്ടാവുകയോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ അഹങ്കാരിയായ സുകുമാരൻ നായർ ഇപ്പോൾ സതീശനെ കാണാൻ ചെല്ലുമ്പോൾ സതീശൻ അയാൾക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്നത് വ്യക്തിപരമായ രീതിയിൽ മാത്രമാണ് ഞാൻ നല്ലതാണെന്നാണ്. പക്ഷെ മുഖ്യമന്ത്രി അയാൾക്ക് അയാൾ അഭിമുഖത്തിന് അംഗീകാരം കൊടുക്കണം, അയാളെ കാണണം, കാണാൻ അനുവദിക്കണം. കാരണം ഇത് മുഖ്യമന്ത്രി എന്ന നിലക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മുഖ്യമന്ത്രി ആകുമ്പോൾ നമുക്ക് ഉന്നത പദവിയുണ്ട്, അതുപോലെ പരിമിതികളുണ്ട്. വ്യക്തികളെ പോലെ നമുക്ക് പെരുമാറാൻ പറ്റില്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, എ ഫിനോമിനൻ. അതെങ്ങനെയാണ് കേരള സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ആളുകൾ പുറത്തിറക്കി വിട്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കറിയാം. ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. നമുക്കൊക്കെ പറയാലത്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ അതിനെ എതിർക്കുന്നത്. കടക്കുപുറത്ത് എന്ന് പറയുന്നത് അതും ആർക്കും പറയാം, മുഖ്യമന്ത്രി പക്ഷെ പറയരുത്. മുഖ്യമന്ത്രി കുറേ കൂടി ഇൻക്ലൂസീവാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതിന് അംഗീകാരം ഉണ്ടാവും. ആ സതീശൻ മനസ്സിലാക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. കാരണം സുകുമാരൻ നായരോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നത്, ആഹാ അങ്ങനെ തന്നെ ചെയ്യണം, അവൻ ഒരു കാരണവശാലും പറയണത്. അത് ആളുകളുടെ ശരിക്കും പറഞ്ഞ് റെസ്പോൺസസ് ആണ് പ്രശ്നമായിട്ട് വരും. പക്ഷേ നമ്മളെപ്പോഴും ഇതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പക്ഷേ ഇൻക്ലൂസീവ് ആയിരിക്കണം. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയുമാണ് ഇന്ന് കേരളത്തിലെ സാമുദായിക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും രണ്ടുപേര്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടേണ്ട ആളുകളാണ് രണ്ടുപേരും. കാരണം NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് വലിയ അംഗീകാരം. ഇപ്പോൾ മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത് ഇപ്പോഴും. എന്തുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ അംഗീകാരം സുകുമാരൻ നായർക്ക് കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ, മന്നത്ത് പത്മനാഭൻ്റെ ഒരു വലിപ്പം സുകുമാരൻ നായർക്കില്ല. അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വലിപ്പത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ചാൽ അവർക്ക് എന്ത് കിട്ടും, വലിയ അംഗീകാരം കിട്ടും. വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം. കുമാരനാശാനൊക്കെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി. കുമാരനാശാന് കിട്ടുന്ന അംഗീകാരം വെള്ളാപ്പള്ളി നടേശന് കിട്ടുന്നുണ്ടോ? ഇല്ല. എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ തമ്മിലുള്ള വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള ഗർത്തങ്ങൾ തന്നെ അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും നമുക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മളിരിക്കുന്ന പദവി കൊണ്ട് മാത്രം നമുക്ക് അംഗീകാരം കിട്ടില്ല. ആ പദവിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾ വളരുകയും വികസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെല്ലാവർക്കും കൊടുക്കാവുന്ന പാഠമാണ്, എല്ലാവരോടും നമുക്ക് ഉദ്ദേശിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ വളരെ താഴ്ന്ന നിലയിലൊക്കെ ഇരുന്ന ആളാണ്, പക്ഷെ നിങ്ങൾ ഈ ഉന്നതമായൊരു പദവിയിലെത്തിയാൽ പിന്നെ ആ പദവിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഉയരണം. എങ്കിലേ നിങ്ങൾക്ക് അംഗീകാരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവില്ല. സുകുമാരൻ നായരുടെ കാര്യം അത് തന്നെയാണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം അത് തന്നെയാണ്, അത് തന്നെയാണ് പിണറായി വിജയൻ്റെ കാര്യം. സതീശനെ കാത്തിരിക്കുന്നതും ഒരുപക്ഷെ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും സതീശനാണ്. കാരണം പിണറായിക്ക് എന്ത് സംഭവിച്ചു, പിണറായി ഇല്ലെങ്കിൽ സതീശന് ഉണ്ടാവുമായിരുന്നില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിണറായിക്ക് പറ്റിയ അബദ്ധങ്ങൾ സതീശൻ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത്, അതാണ് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്.